ഹലോ ഫ്രണ്ട്സ്, M4 മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോയുടെ ഫസ്റ്റ് ഭാഗം തന്നെ നിങ്ങൾ കണ്ടു കാണും. ആൻഡ് ഈ വീഡിയോ ഡിലേ ആവാനുള്ള കാരണം പലതുണ്ട്. എക്സാം ടൈം അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ഈ വീഡിയോ ഡിലേ ആയി. ആൻഡ് ഇത് 2024 വീഡിയോ ആണ്. സാഹചര്യങ്ങൾക്കൊത്ത് അതിടാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് പോസ്റ്റ് ചെയ്യാനുള്ള കാരണം. ആൻഡ് നവംബർ അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചത്. വോയിസ് ഓവറൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും എഡിറ്റ് ചെയ്ത് വെച്ചതിൽ നിങ്ങളുമായിട്ട് പങ്കിടാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. ആൻഡ് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനത്തെയും ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് ഈ വീഡിയോ എന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇത് വീഡിയോ ഇടണമെന്നൊന്നും ഞാൻ തീരുമാനിച്ചല്ല തലേ ദിവസം ഇരുന്നത്. ആൻഡ് എന്നാലും നമ്മളൊരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അത് സമൂഹത്തിനെയും കൂടെ അറിയിക്കണം. ഇങ്ങനത്തെ ഒരു ആൾക്കാരുണ്ടെന്ന് സമൂഹത്തിനെ അറിയിക്കാൻ വേണ്ടി ഉള്ളൊരു വീഡിയോ ആണിത്. വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ എന്തിനാണ് ചെയ്യണതെന്ന് വെച്ചാൽ, അപ്പം മരിച്ചിട്ടിപ്പം 5 വർഷമായി. 5 വർഷമായിട്ട് ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഒരു ആഘോഷിക്കുന്നത്, അതായത് 1 വർഷം 2 വർഷം ആഘോഷിക്കുമല്ലോ. അപ്പം ഒന്നെങ്കിൽ നമ്മൾ സ്കൂളിൽ ഉച്ചഭക്ഷണമായിട്ട് നൽകാറുണ്ട്, അല്ലെങ്കിൽ കുടുംബപരമായിട്ട് അംഗങ്ങളെല്ലാം വിളിച്ച് സദ്യ വയ്ക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്ത് വയ്ക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് അങ്ങനെ നമ്മൾ തീരുമാനിച്ച് തലേ ദിവസം കറികളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ആയപ്പോൾ ഇഡലിയും ചുട്ട് പൊതിഞ്ഞു വെച്ച്. ആൻഡ് ഈ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, കാരണം ഓഡിയോ പരമായ ഒരു പ്രശ്നം നേരിട്ട്, അതുകൊണ്ടാണ് ഈ ഓഡിയോ കേൾക്കാൻ പറ്റാത്തത്. എന്തായാലും നിങ്ങൾ എൻ്റെ ഓഡിയോയിലോട്ട് ശ്രദ്ധിച്ചാൽ മതി. ഓഡിയോയ്ക്ക് ഇത്തിരി പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയ സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ചെഷെയർ ഹോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ വൈകല്യങ്ങളുള്ളവരെ പരിപാലിക്കുന്ന ഒരു കേന്ദ്രത്തിലാണ് നമ്മൾ ഫുഡുമായിട്ട് പോകുന്നത്. അവിടെ ഇഷ്ടം പോലെ അമ്മമാരുണ്ട്. അവരൊക്കെ പല സാഹചര്യങ്ങളിൽ നിന്നും വന്നവരാണ്. അവരെല്ലാം ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം. ചിലവരുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. നമ്മളായിരുന്നു ഈ അവസ്ഥയിലെങ്കിൽ എന്നൊരു സങ്കടം നമുക്ക് തോന്നും. അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരും എല്ലാം നല്ല പോലെയാണ് അമ്മമാരെ നോക്കുന്നത്. ഒരു കുറവും വരുത്താതെയാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ വിചാരിച്ച് ഫുഡ് ഏർപ്പാടാക്കി കൊടുക്കാമെന്ന്. അപ്പോഴും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വെളിയിലത്തെ ഫുഡാണ് എന്നൊക്കെ ഉള്ള ഒരു കാര്യം പറഞ്ഞാണ് നമ്മൾ വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാത്തത്, നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തത്. രാവിലെ തന്നെ അമ്മുമ്മയും കുഞ്ഞമ്മയും എല്ലാം തലേ ദിവസം വന്നു നിന്നു. അങ്ങനെ രാവിലെ തന്നെ നമ്മളെല്ലാം കാറിൽ ചെഷെയർ ഹോമിലോട്ട് പോയി. പോകുമ്പോഴൊന്നും അറിഞ്ഞുകൂടായിരുന്നു അവിടുത്തെ എങ്ങനത്തെ ആൾക്കാരാണ്. പറഞ്ഞറിയുന്നേ ഉള്ളൂ. അങ്ങോട്ട് പോയപ്പോൾ എങ്ങനത്തെ ആൾക്കാരാണ് എന്നൊന്നും ഒരു ഐഡിയയും നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം. പലരും പല സാഹചര്യങ്ങളിലും വന്നതാണെന്നറിഞ്ഞു. അതുപോലെ തന്നെ അവരുടെ കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നേരിട്ട് കണ്ടു തന്നെ അറിയാം. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യമായാലും നമ്മളവർക്ക് സർവ് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ മുഖത്തും അവരുടെ മുഖത്തും ഉണ്ടാകുന്ന സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ മനസ്സ് നിറയുന്നത് തന്നെ. അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തിനാ ഇങ്ങനെയൊക്കെ നമ്മളുടെ അടുത്ത് പറയണത് വേറൊന്നും കൊണ്ടല്ല. ആരെങ്കിലും ഇതുപോലെ സഹായിക്കാനുണ്ടെങ്കിൽ അവർക്ക് വളരെ സന്തോഷമാവും. അവരുടെ മക്കളെ പോലെയാണ് നമ്മളെ അവർ കാണുന്നതെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും. ഇങ്ങനെ മനസ്സുള്ളവരുണ്ടെങ്കിൽ ദയവായത് അവരെ സഹായിക്കുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ. നമ്മൾ ഫുഡ് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞു. എന്തോ ഇതുവരെ ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്കത് കണക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കുക എങ്ങനത്തെയൊക്കെ ആൾക്കാരാണെന്ന്. മാസം വന്ന് കാണുന്ന മക്കളുണ്ട്, ആരും മക്കൾ നോക്കാത്ത അമ്മമാരും ഇവിടെ ഉണ്ട്. അതാണ്
എടുത്തു പറയാനുള്ളൊരു കാര്യം. ആൻഡ് ഇവർക്ക് നൽകുന്ന സർവീസ് പറയാൻ പറ്റില്ല, നല്ല സർവീസാണ്. എല്ലാ കാര്യവും ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. എന്ത് നല്ല കാര്യമായാലും ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ പുറത്തുനിന്ന് ഒരാൾ കാണാൻ വന്നാൽ അതിനുള്ള ഫെസിലിറ്റി ഇവർ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇത് വെറും ഒരു പ്രൊമോഷനല്ല, എൻ്റേതായ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കിടുന്നതാണ്. അവിടെ കുറച്ച് സമയം നിൽക്കാൻ പറ്റിയതേ ഉള്ളെങ്കിലും അത്രയും സമയം നമ്മൾ അവിടെ എല്ലാവരുടെ കൂടെ ആസ്വദിച്ചാണ് നിന്നത്. അതുപോലെ തന്നെ അവിടെ വിട്ട് വരുമ്പോഴും നമുക്കൊരു സങ്കടം തോന്നും, ഇവർ ഇനിയും കാണാൻ പറ്റുമോ എന്ന്. എന്തായാലും അവിടെ നിന്ന സമയം മൊത്തം നമ്മൾ അവരുടെ കഥകൾ കേട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയും അവരെ നോക്കിയൊക്കെയാണ് നിന്നത്. അത് വളരെ വേറൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ ലാഗ് ആവുന്നുണ്ടെന്ന് അറിയാം, എന്നാലും കുറച്ചൊക്കെ നിങ്ങൾ സഹിക്കുക ഗൈസ്. എന്തായാലും ഈ വീഡിയോ ഡിലേ ആവില്ല, ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഫുള്ള് കണ്ട് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ ബാക്കിയുള്ളവരുടെ സുഹൃത്തുക്കളെയും കൂടെ ഇത് അറിയിക്കുക. ഇത്രയും മൊത്തം അയച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ഭാഗമെങ്കിലും നിങ്ങൾ അയച്ചു കൊടുത്ത് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ മാക്സിമം പറയുക എല്ലാവരോടും. അത് നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പലതും അത് നമ്മളെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ച് തരും, നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തരും. കൂടാതെ തന്നെ അവർ അവിടെ വെറുതെ നിൽക്കുന്നതല്ല, അവർ പല കാര്യങ്ങളിലും സ്കിൽഫുള്ളാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ കാണുന്നത് പോലെ തന്നെ പല കാര്യങ്ങളിലും അവർ നെയ്ത്തായാലും ബാക്കിയുള്ള ക്രാഫ്റ്റ് വർക്ക്സും ഡൈയും ആയാലും നന്നായിട്ട് ചെയ്ത് അവരുടെ കഴിവിൻ്റെ പരമാവധി മൊത്തം യൂട്ടിലൈസ് ചെയ്ത് അവർ കുറച്ച് പൈസയെങ്കിലും ഏൺ ചെയ്യുന്നുണ്ട്. അത് വളരെ നമുക്കൊരു പ്രചോദനമാണെങ്കിൽ അതായിക്കൊള്ളട്ടെ എന്ന് കരുതി അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന അവിടെയാണ് നമ്മുടെ വിജയം. ഇതിൽ തന്നെ അസുഖങ്ങൾ ബാധിച്ച് വന്നവരുണ്ട്, ആക്സിഡൻറ്റ്, അങ്ങനെ പല സംഭവങ്ങളാൽ വന്നവരും ഉണ്ട് ഇവിടെ. അവരെല്ലാവരും കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. എല്ലാവരുടെയും, എൻ്റെ അമ്മയുടെ എല്ലാം അച്ഛൻ്റെ എല്ലാം മനസ്സ് നിറഞ്ഞു. കാരണം എന്ത് പറയുമെന്ന് എനിക്കറിഞ്ഞൂടാ, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കാത്. നമ്മളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരെന്തൊക്കെയോ പടി മുന്നിലാണെന്ന് നമുക്ക് തോന്നിപ്പോവും ഇതൊക്കെ കാണുമ്പം. അത് നമുക്കൊരു പ്രചോദനമാവും, ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടാതെ ഇവിടെ അമ്മമാർ മാത്രമല്ല, വയസ്സായ അപ്പൂപ്പന്മാരും എല്ലാവരും ഉണ്ട് ഇവിടെ. അവരും ഇങ്ങനെ കുറേ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു വന്നതാണ്. അവരുടെ കാര്യം പറയുകയാണെങ്കിൽ അവരും സ്കിൽഫുള്ളാണ്, ഇൻസ്പിറേഷണലാണ്, എല്ലാം തികഞ്ഞു നിൽക്കുന്ന ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ഈ ഒരു കാര്യം ഒഴിച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും വർഷം അപ്പൂപ്പൻ്റേതായിട്ട് നമ്മൾ ചെയ്തത് ഇവിടെയാണ്, നമുക്ക് മനം നിറഞ്ഞു കൊടുക്കാൻ പറ്റിയത് ഇവിടെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റും വരാറില്ല, നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒരു കമൻറ്റും എനിക്ക് വരാറില്ല. ഇടാൻ പറഞ്ഞാലും ആരും ഇടില്ല. എന്നാൽ ഇതിനെങ്കിലും നിങ്ങളുടെ ഒരു പോസിറ്റീവ് കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ എത്ര പേർക്ക് ഉപകരിച്ചു എന്നും കൂടെ കമൻറ്റ് ചെയ്യുക. ഇവിടെ നമുക്കൊരു മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ് സമ്മാനിച്ചത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്തിലുൾപ്പെട്ടാലും ഈ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണും, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ഒരു പുണ്യ പ്രവൃത്തി ചെയ്ത ഒരു ഫീലാണ് നമുക്കെല്ലാവർക്കും കിട്ടിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ പോയി നോക്കുക. ഞാൻ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളാൽ കഴിയുന്നതെല്ലാം ഇവർക്ക് സഹായിക്കുക. എന്തായാലും ചുറ്റുപാടും എല്ലാം നിങ്ങൾ കണ്ടു കാണും. അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നമ്മുടെ വീട്ടിലിരിക്കുന്ന അറ്റ്മോസ്ഫിയർ അല്ല, അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കാണുന്നത്. ഇതൊക്കെ ഇവരുടെ ഒഴിവ് സമയങ്ങളിൽ ഇവർ ചെയ്യുന്നതാണ്. അത് നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്, വീഡിയോയിൽ കാണാനും നല്ല രസമുണ്ട്. ഈ വർക്കുകൾ മാത്രമല്ല, സോപ്പ്, അങ്ങനെ പല തരത്തിലുള്ള വർക്കുകൾ ഇവർ ചെയ്യും. അപ്പോൾ എൻ്റെ ഇല്ലാത്തതാണ്, ബട്ട് നല്ല രസമാണ് ഇവരുടെ വർക്കുകളെല്ലാം കാണാൻ. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.